ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഇൻഷോട്ടിൻ്റെ പാർട്ട് 2 വീഡിയോ. ഓക്കെ, ഇതിൽ നമ്മൾ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോൻ്റെ ബാക്കി പോർഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഓഡിയോ, സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റ്, എഫക്റ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പ്ലിറ്റ് ചെയ്യേണ്ടതും ബാക്ക്ഗ്രൗണ്ട് ചെയ്യേണ്ടത്, സ്പീഡ്, ആനിമേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ആനിമേഷൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമുള്ള ആനിമേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ദെൻ അടുത്ത് നമുക്ക് വരുന്നത് AI കട്ടാണ്. AI കട്ടിൽ നമുക്ക് AI കട്ടിന് യൂസിൻ്റെ 1 യൂസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ബാക്കിയുള്ളത് പ്രോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഓട്ടോ ഡിലീറ്റ് ആൻഡ് റിമൂവ് പോസസ് ഫിൽറ്റേഴ്സ് വേർഡ്സ് ഇൻ വീഡിയോ, അതിൽ ഫിൽറ്റേഴ്സ് വന്നതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും, റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വോയിസ് എൻഹാൻസ് ആണ്. അതും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് വോയിസ് ഓൺലി മാത്രമാണെങ്കിൽ വോയിസ് ഓൺലി മാത്രം കൊടുക്കാം. സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. BG ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഏത് രീതിയിലാണോ നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്, എൻഹാൻസ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വോയിസ് എൻഹാൻസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ, നമ്മുടെ വീഡിയോൻ്റെ ഇതാ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ കൊടുക്കേണ്ടത്, അതിനൊക്കെ ടൈമിങ്ങും കാര്യങ്ങളും സ്റ്റെബിലൈസർ ചെയ്യേണ്ടത് രീതികൾ അങ്ങനെയൊക്കെയാണ്. നമ്മളൊരു ബിഗിനർ ആവുമ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് മാസ്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ മാസ്ക് എവിടെയാണോ നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ അവിടെ നമുക്ക് മാസ്ക് കൊടുക്കാം. അപ്പോൾ മാസ്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ നമ്മൾ ആ മാസ്ക് വയ്ക്കുന്ന സമയത്ത് അത് നമുക്കൊരു ബ്ലറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഇതിനെ കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സിലൊക്കെ നമുക്ക് മാസ്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഏത് വേണമെന്നുണ്ടെങ്കിലും ആ മാസ്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഒപ്പാസിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ വീഡിയോയിൽ. ദെൻ റീപ്ലേസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയുടെ എഫക്റ്റുകൾ കൊടുക്കാം. അത് നമ്മൾ എല്ലായിടത്തും എല്ലാ വീഡിയോസിലും നമ്മൾ ഓൾറെഡി കണ്ടുവരുന്നൊരു കാര്യമാണ്, നമുക്ക് വീഡിയോയുടെ എഫക്റ്റുകൾ കൊടുക്കാൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടില്ലേ, നമ്മുടെ വോയിസ് ആണ് വേറൊരു വോയിസിലേക്ക് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ വോയിസ് ആണ്. ആ വോയിസ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ചില പോർഷൻസ് നമുക്ക് ഫ്രീസ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം നിർത്തണം എന്നുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എന്തായിരിക്കും, ആ ഒരു വീഡിയോ പോസായിട്ട് നിൽക്കും. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാവും, ആ വീഡിയോ ഒരു ഫ്രീസായിട്ട് വീഡിയോയുടെ പോർഷൻ ആണെച്ചെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു ഇത്, എന്നിട്ട് ഫ്രീസ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ഒരു പോർഷൻ എന്താണ് അവിടെ അങ്ങനെ വീഡിയോയിൽ ഫ്രീസായിട്ട് നിൽക്കും. ആ വീഡിയോ എന്താവില്ല, റൺ ആവില്ല. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസൊക്കെ നമ്മുടെ ഈ ഒരു ഇൻഷോട്ട് ആപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഷോട്ട് ആപ്പിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീഡിയോസ് ഇതേപോലെ ഇൻഷോട്ട് ആപ്പിൽ വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.